ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. മഹോന്നതനായ ദൈവത്തിന് മഹത്വവും ബഹുമാനവും ശക്തിയും ബലവും വീണ്ടും ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്നു. തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യനാണ് എന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ടിടയായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇന്ന് നാം പ്രവേശിക്കുന്നു. കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ ഞാൻ മനുഷ്യനാണ്, ഞാൻ ഈ ലോകത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തവനായി വന്ന മനുഷ്യനാണ് എന്ന് അവിടെ നിന്ന് അവകാശപ്പെടുന്നു. മത്തായി 11:19. ഇങ്ങനെ അവകാശപ്പെട്ടവനാകുന്ന കർത്താവ് താൻ മനുഷ്യപുത്രനാണ് എന്നും അവകാശപ്പെടുന്നു. മനുഷ്യപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു, മനുഷ്യപുത്രൻ എന്നുള്ളതായ ആ വാക്ക് തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രന്മാരും എന്നുള്ള പ്രയോഗം കാണാനായിട്ട് കഴിയും. അതായത് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും തിരുവചനം മനുഷ്യപുത്രന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് സങ്കീർത്തനം 90:3 കാണാൻ കഴിയും. എഗസ്കേൽ പ്രവാചകനെ തന്റെ ഗ്രന്ഥത്തിൽ 94 തവണ മനുഷ്യപുത്രൻ എന്ന് ദൈവമാകുന്ന കർത്താവ് സംബോധന ചെയ്യുന്നു. എഗസ്കേൽ 2:1. ദാനിയേൽ പ്രവാചകനെയും മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. ദാനിയേൽ 8:17. ഈ ഭാഗങ്ങളിൽ നിന്നും പഴയ നിയമത്തിൽ ധാരാളം വ്യക്തികളെയും അതുപോലെ തന്നെ ഒരു കൂട്ടം വ്യക്തിത്വങ്ങളെയും മനുഷ്യപുത്രൻ എന്ന് തിരുവചനത്തിൽ സംബോധന ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാകുന്ന സുവിശേഷങ്ങളിൽ 83 ഭാഗങ്ങളിലായിട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു താൻ മനുഷ്യപുത്രനാണെന്ന് സ്വയം വിവരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്. നമ്മുടെ കർത്താവായ യേശു മനുഷ്യപുത്രനാണെന്ന് വ്യക്തമായി പറഞ്ഞ 7 വേദഭാഗങ്ങൾ കൂടി ഈ പ്രഭാതത്തിൽ നമുക്ക് പഠിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു? മത്തായി 8:20-ാമത്തെ വാക്യം. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല എന്ന് അവിടെ നിന്ന് പറയുന്നു. മത്തായി 9:6-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു പ്രസ്താവിക്കുന്നു. വീണ്ടും 4-ാമത്തെ വേദഭാഗം മത്തായി 11:19. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു, ഇനിയും കുടിയനുമായ മനുഷ്യൻ എന്ന് അവർ തന്നെ കുറിച്ച് പറഞ്ഞു എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. 5-ാമതായി മത്തായി സുവിശേഷം 12:8. അവിടെ കർത്താവ് വ്യക്തമായി പറഞ്ഞു, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു, ശബത്തിനും കർത്താവാകുന്ന മനുഷ്യപുത്രൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വാക്യം. 6-ാമത്തെ ഈ വേദഭാഗത്ത് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന വേളയിൽ അവിടെ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും.
ഏഴാമത്തെ വേദഭാഗം മത്തായി സുവിശേഷം 6:27. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായിട്ട് വരും. 4 സുവിശേഷങ്ങളിലായി 83 ഭാഗങ്ങളിലായി കർത്താവായ യേശു മനുഷ്യപുത്രനെന്ന് സ്വയം അവകാശപ്പെട്ടു. ഈ അവകാശപ്പെട്ട വേദഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 7 വാക്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ കർത്താവായ യേശു അവിടുന്ന് മനുഷ്യൻ ആണ് എന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ തന്നെ അവിടുന്ന് മനുഷ്യപുത്രനാണെന്നും അവകാശപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ മനുഷ്യപുത്രനായി നമ്മെ പോലെ ഈ ലോകത്തിൽ കടന്നു വന്നവനായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നന്ദിയുള്ള മനുഷ്യപുത്രന്മാരായിട്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവായ യേശു സമ്പൂർണ്ണ മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ്. അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യരിൽ നിന്ന് ഉളവായി വന്നവനാണ്. ഇന്ന് പകൽക്കാലം ഈ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുവാനും മനുഷ്യപുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കി അവിടുത്തെ പാദാന്തികത്തിൽ കൃപയോടെ ജീവിക്കുവാനും ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ഈ പ്രോഗ്രാമിൽ കൂടി എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ നൽകട്ടെ. എല്ലാവരെയും ദൈവമാകുന്ന കർത്താവ് വീണ്ടും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.